എല്ലാ പ്രിയ കൂട്ടുകാർക്കും കളർ കൈറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ കുറച്ച് നാളായല്ലേ കണ്ടിട്ട്. അപ്പോൾ വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. നാടൻ പാട്ട് മത്സരത്തിൽ ഒത്തിരി പേര് എൻട്രീസ് അയച്ചു, വളരെ സന്തോഷം. പിന്നെ നിങ്ങൾക്ക് സിനിമാ പാട്ട് മത്സരത്തിൻ്റെ സമ്മാനങ്ങൾ ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. പലരും കിട്ടിയതായിട്ട് വീഡിയോസ് അയച്ചിട്ടുണ്ട്, താങ്ക്സ് വീഡിയോ അയച്ചിട്ടുണ്ട്. കിട്ടിയവരെല്ലാവരും ഒന്ന് താങ്ക്സ് വീഡിയോ അയക്കുക, കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് പറയുക. അപ്പോൾ ഇപ്പോഴും വീണ്ടും നിങ്ങൾ ലോക്ക്ഡൗൺ, സ്കൂളൊന്നും തുറന്നിട്ടില്ല, ജനുവരിയിലേക്ക് സ്കൂൾ തുറക്കുമെന്നാണ് പറയുന്നത്. അത് ഹൈസ്കൂള് 10ാം ക്ലാസ്സിനും പ്ലസ് ടുവിനൊക്കെയാണ് തുറക്കുന്നത്. അപ്പോൾ കൊച്ചുകുട്ടികളൊക്കെ വീട്ടിൽ തന്നെ ഇരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അധ്യാപകരൊക്കെ തരുന്ന പാഠമൊക്കെ ഓൺലൈൻ ക്ലാസ്സിലൊക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ പുതിയ മത്സരങ്ങളുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾക്ക് വീണ്ടും സന്തോഷം നൽകുന്ന ഒരു കാര്യം പറയുകയാണ്. ഇത്തവണയും നമ്മുടെ നാടൻപാട്ട് മത്സരത്തിൽ 2000 ലൈക്സ് ആരും നേടിയിട്ടില്ല. അപ്പോൾ 2000 ലൈക്സിനെ കുറിച്ചുള്ള ആ ചിന്തയെ ഞങ്ങൾ ഉപേക്ഷിക്കുകയാണ്. വീണ്ടും പഴയതുപോലെ ഓരോ വിഭാഗത്തിലും LP, UP, ഹൈസ്കൂൾ വിഭാഗങ്ങളിലും KG വിഭാഗത്തിലും നിങ്ങൾക്കെല്ലാവർക്കും ഏറ്റവും കൂടുതൽ ലൈക്സ് കിട്ടുന്ന ഒരു കുട്ടിക്ക് കൂടെ പ്രോത്സാഹന സമ്മാനം നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ, അപ്പോൾ പല രക്ഷകർത്താക്കളും പറഞ്ഞു, സാർ അത് ഉപേക്ഷിക്കേണ്ട, അത് എല്ലാവർക്കും ഒരു പ്രോത്സാഹനമാകാൻ വേണ്ടിയിട്ട് 2000 ലൈക്സ് എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു ലൈക്സാണ്, അത് വേണ്ട, അങ്ങനെ നമുക്കൊരു ചിന്ത ഉണ്ടായി. അതുകൊണ്ട് തന്നെ തുടർന്നുള്ള മത്സരങ്ങളിൽ ഉറപ്പായിട്ടും മികവിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കുന്നതിന് പുറമെ ഏറ്റവും കൂടുതൽ ലൈക്സ് നേടുന്ന ഒരു കുട്ടിക്ക്, അതായത് LPയിൽ ഒരു കുട്ടി, LP, UP, ഹൈസ്കൂൾ ഓരോ വിഭാഗത്തിനും ഓരോ കുട്ടിക്ക് സെലക്ട് ചെയ്യും. ഇപ്പോൾ സ്കൂളിലാണെങ്കിൽ നമ്മുടെ കുഞ്ഞു കൂട്ടുകാരൊക്കെ നമ്മുടെ ക്രിസ്മസ് ആഘോഷവും പിന്നെ ക്രിസ്മസ് ഗിഫ്റ്റ് നൽകാനുള്ള തിരക്കിലൊക്കെ ആയിരിക്കേണ്ട സമയമാണ്, ഈ കോവിഡ് ഇല്ലാതിരുന്നെങ്കിൽ അല്ലേ. അതായത് ഇപ്പോൾ നമ്മൾ നറുക്കൊക്കെ എടുത്തിട്ട് കൂട്ടുകാർക്ക് ക്രിസ്മസ് ഗിഫ്റ്റ് സമ്മാനിക്കുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നും ഉള്ള ഒരു കാലഘട്ടത്തിലല്ല. പക്ഷെ നമുക്ക് സമ്മാനങ്ങൾ നൽകാം. എങ്ങനെ സമ്മാനം നൽകാം? നമുക്ക് ചുറ്റും ഒരുപാട് വേദന അനുഭവിക്കുന്ന കൊറോണ കാലത്ത് ഒരുപാട് വിഷമതകൾ അനുഭവിക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റും ഉണ്ടാകും. അപ്പോൾ അവർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചിന്തിക്കണം. കൂട്ടുകാർക്കും പലതും അങ്ങനെ ചിന്തിക്കാൻ കഴിയും. എന്തൊക്കെ ചിന്തിക്കാൻ കഴിയും? എന്തെങ്കിലുമൊക്കെ ത്യജിച്ചിട്ട് ചെയ്യുന്നതിൽ അർത്ഥമുള്ളൂ കേട്ടോ. വെറുതെ നമ്മുടെ കയ്യിൽ കുറച്ച് പണമുണ്ട് ഇങ്ങനെ കൊടുക്കുന്നതിൽ ഒരർത്ഥമില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ ത്യജിച്ചിട്ട് ചെയ്യുമ്പോൾ അതിനൊരർത്ഥം ഉണ്ടാവും, നമുക്കതിനൊരു വാല്യൂബിലിറ്റി ഉണ്ടാവും, അതായത് ഒരു ത്യാഗം, അതിൽ എനിക്കെന്തൊക്കെ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് തോന്നില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു തരട്ടെ. അതായത് നമുക്ക് ഭക്ഷണം കഴിക്കാം, ഒരു നേരം ഭക്ഷണം കഴിക്കാം. എങ്ങനെ കഴിക്കാം? ചിക്കൻ ബിരിയാണി കഴിക്കാം, ഊണ് കഴിക്കാം, കഞ്ഞി കുടിക്കാം. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്തായിരിക്കും? നിങ്ങൾക്ക് എല്ലാവർക്കും ചിക്കൻ ബിരിയാണിയോ മട്ടൺ ബിരിയാണിയോ ബീഫ് ബിരിയാണിയോ ഇതൊക്കെ ആയിരിക്കും ഇഷ്ടം. നമ്മളിത് ഒഴിവാക്കിയിട്ട് ഊണ് കഴിച്ചാൽ അത്രയും കുറച്ച് ലാഭമായിരിക്കും അല്ലേ. അപ്പോൾ ഈ പൈസ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനുപയോഗിക്കുന്ന, ഇത്രയും ആർഭാടമായിട്ട് നമ്മൾ കഴിയുന്നതിന് ഉപയോഗിക്കുന്ന പൈസ നമുക്ക് മറ്റുള്ളവർക്ക് സഹായത്തിന് വേണ്ടി ഉപകരിക്കാം. അപ്പോൾ ഈ ക്രിസ്മസ് നാളിൽ അതിനുള്ള ഒരു മനസ്സൂടെ എല്ലാ കൂട്ടുകാർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ശ്രമിക്കുക, മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കുക ഈ ക്രിസ്മസ് കാലത്ത്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുകയാണ്. നമ്മുടെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഞങ്ങളുടെ ലൂവിയ കളേഴ്സും കളർ കൈറ്റ്സുമാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അതിൽ ലൂവിയ കളേഴ്സ് എന്ന എൻ്റർടൈൻമെൻറ്റ് ചാനലിൽ ഞങ്ങളൊരു ആൽബം പുറത്തിറക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് അയച്ചു തരും. ലൂവിയ കളേഴ്സിൽ കയറി നിങ്ങൾക്ക് ആൽബം കാണാം, അഭിപ്രായം പറയാം. മാത്രമല്ല, തുടർന്ന് നമ്മൾ ഇറക്കുന്ന ആൽബങ്ങളിൽ കൂട്ടുകാർക്കും പാടാനുള്ള അവസരം ഒരു പക്ഷേ ലഭിച്ചേക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രോത്സാഹിപ്പിക്കണം. അടുത്ത് പുതിയ മത്സരമുണ്ട്. പിന്നെ നാടൻപാട്ട് മത്സരത്തിൻ്റെ റിസൾട്ടുണ്ട്. ക്രിസ്മസ് കഴിയുന്നതോടെ ഞങ്ങൾ പ്രഖ്യാപിക്കും. അതുവരെ നിങ്ങളെല്ലാവരും ആകാംക്ഷയോടാണ് കാത്തിരിക്കുന്നതെന്നറിയാം. എങ്കിലും ഇത്തിരി വെയിറ്റ് ചെയ്യുക, നിങ്ങളുടെ മുന്നിലേക്ക് റിസൾട്ട് എത്തും. നാടൻപാട്ട് മത്സരത്തിൻ്റെ സമ്മാനത്തിനായി കാത്തിരിക്കുക, റിസൾട്ട് ഉടനെ എത്തും. അപ്പോൾ എല്ലാവിധ ആശംസകളും. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.